morning. Good morning, sir. Good morning, sir. Good morning. Good morning. Good morning, sir. Morning. Good morning, sir. Yes, good morning. Good morning. Good morning. How are you? How are you? Fine, sir. I'm fine, sir. Fine, sir. Okay. അപ്പോൾ നിങ്ങളുടെ ടീച്ചറിന് തൽക്കാലത്തേക്ക് കുറച്ച് ദിവസം വരാതിരുന്ന് കഴിഞ്ഞപ്പോൾ പകരം ഞാൻ വന്നതാണ്. മൈ നെയിം ഈസ് ജോ JOB. അപ്പൊ നമുക്ക് ടീച്ചർ എവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നതെന്ന് പറയാമോ? ടീച്ചർ എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്ന് പറയാമോ? പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ പറയുന്നത് യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് 4 നോട്ട് അയച്ചിട്ടുണ്ട്. അപ്പൊ ആ യൂണിറ്റ് 4-ലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? ഹലോ. Yes, sir. Yes. Okay. ഓക്കെ. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ആദ്യം വേണ്ടത് വെർബിനെ കുറിച്ചുള്ള ഒരു സാമാന്യ അറിവാണ്. നമുക്ക് അതിനെ കുറിച്ച് ആദ്യം വെർബ്. ടെൻഷൻ അടിക്കുന്ന കാര്യത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ പറയും. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് പഠിക്കാനും അറിയാനും വേണ്ടിയിട്ട്. അപ്പൊ അറിയാൻ പാടില്ല ധൈര്യം വേണ്ടി ചോദിക്കുക. പുതിയ ആളാണല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള യാതൊരുവിധ മാനസിക ബുദ്ധിമുട്ടും വേണം. ഓക്കെ. അപ്പൊ നമുക്ക് അവിടെ നോക്കിയിട്ട് ആരംഭിക്കാം. ഏറ്റവും താഴെ നിന്ന് ആരംഭിക്കുന്നത് വെർബ്. ആ വെർബ് എടുത്തു കഴിഞ്ഞാല് അതിന് 3 കാലങ്ങൾ നമുക്ക് പറയാം. പ്രസന്റ്, പാസ്റ്റ് പാർട്സ്, അല്ലെങ്കിൽ B1, B2, B3. ഇപ്പൊ തൽക്കാലം നമുക്ക് പ്രസന്റ്, പാസ്റ്റ് പാർട്സ് പറയാം. ഗോ പ്രസന്റേഴ്സ് ആണ് അതിന്റെ പാസ്റ്റ് പറയാം. ഗോ പ്രസന്റേഷൻ പറയും. ഗോയുടെ പാസ്റ്റ് Clear ആയില്ല. ഹലോ. ഗോ, വെന്റ്, ഗോ. ഗോ, വെന്റ്, ഗോ. ടേക്ക് ആണെങ്കിൽ ടേക്ക്, ടുക്ക്, ടേക്ക്. വാക്ക് എന്നാണെങ്കിൽ വാക്ക്. അങ്ങനെ നമുക്ക് പറയാം. അങ്ങനെ ഒരു സൗണ്ടിന്റെ പ്രോബ്ലം ഉണ്ടാകും. ഞാൻ നോക്കിയാണോ കംപ്ലീറ്റ് വേണ്ടല്ലോ? വേണോ? ഓക്കെ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ. സോ 3 ടെൻസ് ഉണ്ട്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. അപ്പൊ ഗോ, വെന്റ്, ഗോൺ, ടേക്ക്, ടുക്ക്, ടേക്കൻ, വാക്ക്. ഓക്കെ. നമുക്ക് ഈ 3 ടെൻസ് ഉപയോഗിച്ച് 12 ടെൻസിന്റെ ഫോം ഉണ്ടായിട്ടുണ്ട്. 12 ടെൻസിന്റെ ഫോം ഇംഗ്ലീഷിൽ. നമ്മളിപ്പോ ഈ യൂണിറ്റ് 4-ല് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ എന്തൊക്കെയാണ് 12 ടെൻസിന്റെ ഫോം എന്നുള്ളത് ഞാൻ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പല കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോട്ട് വായിച്ച കാര്യങ്ങൾ മനസ്സിലാക്കും. ആ 12 ടെൻസിന്റെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെയാണ് അത് 12 അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ ടെൻഷനൊക്കെ അടിക്കുക. അപ്പൊ അതൊന്നും നമുക്ക് ടെൻഷൻ അടിക്കുന്ന കാര്യമൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ലളിതമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഞാനിപ്പോ ഈ 12 ടെൻസിന്റെ ഫോമിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും നിങ്ങൾ ഓർത്തിരിച്ചു പറയാം. ഈ 12 ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ പറ്റി ഏതെങ്കിലും ഒരു ടെൻസ് തിരിച്ചു പറഞ്ഞു. ഒന്നോ ഒന്നിൽ കൂടുതലോ പറഞ്ഞത് കൊടുക്കും. സർ ക്ലിയർ ആവണില്ല. എന്തോ സർ പറയുന്നത് ക്ലിയർ
ആവണില്ല. സൗണ്ട് ക്ലിയർ ആവുന്നില്ല സർ. ഓക്കെ 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 സാർ പറയുന്നത് ക്ലിയർ ആവണില്ല. ഓക്കെ ഓക്കെ വെയിറ്റ് വെയിറ്റ്. Okay, some technical problem. It will be clear soon. ടെൻസ് ഏതൊക്കെയാണെന്നാണോ പറയണ്ടേ? സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ ടെൻസില് സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. Okay, അവർക്ക് ക്ലിയർ ആവില്ല. ക്ലിയർ ആവുന്നില്ല. ഇതിലല്ലേ ഇപ്പൊ ക്ലിയർ ആവുന്നില്ല സൗണ്ട്? ഉണ്ട്. ഇപ്പൊ ക്ലിയർ ആയോ? സർ. ഓക്കെ. I think now it is clear. Okay. Okay, okay, okay. അപ്പോ everything is okay. No problem. അപ്പൊ നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്. ഒരു മിനിറ്റ്. Present perfect, past perfect, future perfect. Present perfect continuous, past perfect continuous, future perfect continuous. That all tense in the formation. Okay. നമുക്ക് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെന്റൻസ് കാണുമ്പോൾ അത് ഏത് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇംഗ്ലീഷിൽ ഏത് സെന്റൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 12 ടെൻസിൽ ഏതെങ്കിലും ഒരു ടെൻസിലായിരിക്കും അത് എഴുതിയിട്ടുള്ളത്. ഇപ്പൊ യൂണിറ്റ് 4 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസീവ് വോയിസിനെ കുറിച്ചാണ്. ഞാൻ ചുമ്മാ പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണെന്ന് പിടികിട്ടും. ആദ്യം നമുക്ക് വേണ്ടത് ഒരു സെന്റൻസ് കാണുമ്പോൾ ഏത് ടെൻസിലാണ് അത് എഴുതിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. ടെൻസിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഷീ ഈസ് ബ്രിങ്കിങ് ടീ. എക്സാമ്പിൾ ഞാൻ പറയുന്നത് she is drinking tea. Tea. ഏത് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത് പറയാമോ? ഈ സെന്റൻസ് വന്നിരിക്കുന്നത് ഏത് ടെൻസിലാണ് എന്ന് പറയാമോ? പ്രസന്റ് കണ്ടിന്യൂസ്. വെരി ഗുഡ്. ഇത് വന്നിരിക്കുന്നത് ഏത് ടെൻസിലാണ്? പ്രസന്റ് കണ്ടിന്യൂസിലാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. എങ്ങനെ മനസ്സിലായി? അതിലെ ഹെൽപ്പിംഗ് വെർബ് ഈസും പിന്നെ വെർബിന്റെ കൂടെ ing ഫോമും ചേർത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അത് അങ്ങനെ വന്നതുകൊണ്ട് മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ശരിയാണ് പറഞ്ഞത്. ഇനി അടുത്തത് ഞാൻ പറയുന്നത് ഷീ വിൽ ബി റീഡിങ് എ ബുക്ക്. ഷീ വിൽ ബി റീഡിങ് എ ബുക്ക്. ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ അങ്ങനെ ഒന്നോ രണ്ടോ പറയുന്നുള്ളൂ, ബാക്കി അത് പറയണില്ല. അപ്പൊ ഇത് എല്ലാവർക്കും അറിയാമോ എന്നുള്ള കാര്യം സംശയം വരെയാണ്. അപ്പൊ ഫ്യൂച്ചർ കണ്ടിന്യൂസ് പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു സെന്റൻസ് നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ എഴുതുമ്പോൾ ഇംഗ്ലീഷില് നമ്മൾ സെന്റൻസ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതും, പിന്നെ വെർബ് എഴുതും, പിന്നെ ഓബ്ജക്റ്റ് എഴുതും. ഈ രീതിയിലാണ് നമ്മൾ ഇംഗ്ലീഷിൽ സെന്റൻസ് എഴുതുന്നത്. സബ്ജക്റ്റ്, വെർബ്,
ഒബ്ജക്റ്റ്. ഇനി അവൻ ഇവിടെ വരാറുണ്ട്. അവൻ ഇവിടെ വരാറുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇംഗ്ലീഷിലോട്ടായിരിക്കും. അവർ ഇവിടെ വരാറുണ്ട് എന്നുള്ളത് ഇംഗ്ലീഷിലോട്ട് പറഞ്ഞു. He come here. They come here. അല്ലെ? അവർന്നാണ്. അവൻ എന്നാ കേട്ടെ. ശരി ശരി. അവനല്ല, അവർ. They come here. പിന്നെ അടുത്താണ് തെറ്റിക്കോട്ടെ, പറഞ്ഞോളൂ. They come here. അടുത്തത് They come here. പറഞ്ഞത് കറക്റ്റ് ആട്ടോ, ഇനി ആരുമില്ല. They used to come here. They used to come here. ഓക്കെ, ആ പതിവായിട്ടുള്ള മലയാളത്തെ നമ്മൾ രീതിയിലാണ്. യെസ്, ഓക്കെ 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 ഓക്കെ. They used to come here. പിന്നെ അടുത്തത് നിങ്ങൾക്ക് They are come here. They are come here. Okay. പിന്നെ They are come here. Help here. ജിൻസി പറയുന്നത് they come here. അടുത്തത് He comes here. they come here. Okay. അടുത്തത് ഓക്കെ. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു സെന്റൻസ് കാണുമ്പോൾ അത് ഏത് ടെൻസിലാണ് വന്നിരിക്കുന്നത് അറിയാമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഞാൻ സൂചിപ്പിച്ചത്. ഓക്കെ. ദേ കം ഹിയർ എന്നുള്ളത് കറക്റ്റ് ആണ്. ദേ കം ഹിയർ ആണ് കറക്റ്റ്. അത് പറഞ്ഞത് കുറച്ച് പേരാണ്, കറക്റ്റ് ആണ്. ഇവിടെ നോക്കട്ടെ. അപ്പൊ ദേ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം കം എന്ന് പറയുമ്പോൾ വെർബാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഹിയർ, ഇവിടെ എന്ന് പറഞ്ഞു. അത് ഞാനൊന്ന് മാറ്റി പറയുന്നു. ഞാൻ ചായ കുടിക്കാൻ എന്നാണെങ്കിൽ ഐ ഡ്രിങ്ക് ടീ എന്ന് പറയും. ഐ ഡ്രിങ്ക് ടീ. ആദ്യം സബ്ജക്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, അത് കഴിഞ്ഞതിന് ശേഷം ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഈ ക്രമത്തിലാണ് നമ്മൾ എഴുതുന്നത്. ഇനിയിപ്പോ ഞാൻ ഈ ഒരു സംഗതിയെ മാറ്റി പറയും. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എഴുതുന്നത് കുറച്ചുകൂടി വലിയ സെന്റൻസ് ആണെങ്കിൽ അത് എങ്ങനെ? ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഒരു വാചകം പറയുന്നത്. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് ഒരു പാമ്പിനെ പടികൊണ്ടടിച്ചു കൊണ്ടു. ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത് വെച്ച് ഒരു പാമ്പിനെ കൊണ്ടടിച്ചു കൊണ്ടു എന്നാണ് വിചാരിക്കുന്നത്. അതൊന്നും ഇംഗ്ലീഷിലൊക്കെ ആശ്രയിക്കുക. തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുക. ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത് വെച്ച്, സ്ഥലം വേണമെങ്കിൽ മാറ്റുന്നതിന് ഇഷ്ടമുള്ള സ്ഥലം പറ്റോട്ടെ, കുഴപ്പമില്ല, ഒരു പാമ്പിനെ പട്ടികയിൽ അടിച്ചു. നമുക്ക് അതിനൊന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. സാർ സെന്റൻസ് ഒന്നും കൂടി പറയോ? ഓക്കെ. ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത് വെച്ച് ഒരു പാമ്പിനെ വടികൊണ്ടടിച്ചു കൊണ്ടു. ഒരു പാമ്പിനെ വടികൊണ്ടടിച്ചു കൊണ്ടു. അതിനെ നമ്മളൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണ സെന്റൻസ്. I killed a snake with a stick yesterday morning at 10 a.m. in Tirunelveli. Okay. Jinsi Rajesh, I killed a snake yesterday in Trivandrum at 10. Okay. Okay. Adhar. Yesterday I killed stick
At Trivandrum on 10 morning 10 a.m. Okay. അടുത്തത്. I killed a snake yesterday morning in Tirunelveli. I killed a snake yesterday morning. തിരുവനന്തപുരം. In Tirunelveli. In തിരുവനന്തപുരം. Okay. അടുത്തത്. I killed snake yesterday morning in Thiruvananthapuram with a stick. Yes. അടുത്തത്. ഇനി ആരെങ്കിലും? Sir, ആ. I hit a snake with a stick yesterday morning at 10 o'clock in Thiruvananthapuram. ഓ യെസ്, ഒരാള് മാത്രമാണ് വിത്ത് സ്റ്റിക്ക് വന്നത് അല്ലേ? ഓക്കെ. അടുത്തത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആൻസർ കുറച്ചൊക്കെ ശരിയാണ്. ചില സ്ഥലത്ത് മാത്രം ചെറിയ മിസ്റ്റേക്ക് തോന്നുന്നുള്ളൂ. അപ്പൊ ഓക്കെ, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇംഗ്ലീഷിൽ നമുക്ക് സെന്റൻസ് ഫ്രെയിം ചെയ്ത് എഴുതുമ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ച് നമ്മളൊരു ടെക്നിക്ക് നോക്കുന്നത് വളരെ എളുപ്പമായി. ഞാൻ പറയാം, ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതും. ഐ, ഞാനല്ലേ ഒരു ആക്ഷൻ ചെയ്ത് അത് പ്രവൃത്തി ചെയ്തത്. അപ്പൊ ഐ. ഇനി വേണ്ടത് ഞാൻ ചെയ്ത പ്രവൃത്തി, ഞാൻ എന്താ ചെയ്തത്, അതാണ് വെർബ്. ദാറ്റ് ഈസ് വെർബ്. ഐ കിൽഡ്. നിങ്ങൾ ഒരു സൈഡിൽ എഴുതി വെക്കുക. ആദ്യം സബ്ജക്റ്റ്, അത് വന്നു. ആദ്യം എന്ത് വന്നു? സബ്ജക്റ്റ്. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം എന്താണ് വന്നിരിക്കുന്നത്? വെർബ് വന്നു. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബ് വന്നു. അപ്പൊ ആദ്യം സബ്ജക്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്. അപ്പൊ സബ്ജക്റ്റ് ആയി, വെർബായി. ഐ കിൽഡ്. ഇനി നിങ്ങൾ അതിനോട് ചോദിക്കുക, ഞാൻ എന്തിനെയാണ് കൊന്നത്? ഒരു പാമ്പിനെ. എന്തിനെ കൊന്നു? അതിന്റെ ആൻസർ ഓബ്ജക്റ്റ് ഉണ്ടാവും. ഐ കിൽഡ് എ സ്നേക്ക്. ഇനി അടുത്തത്, എങ്ങനെയാണ് കൊന്നത്? അതാണ് മാനർ. എങ്ങനെ? വടി കൊണ്ടടിച്ച്, ബീറ്റിംഗ് വിത്ത് സ്റ്റിക്ക്. ഇനി അടുത്തത് പറയുക, പ്ലേസ്. എവിടെ വെച്ചാണ് കൊന്നത്? ഇൻ തിരുവനന്തപുരം. അടുത്തത് ടൈം. എപ്പോഴാണ് കൊന്നത്? യെസ്റ്റർഡേ അറ്റ് 10 o'clock. അല്ലേ? സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഈ ക്രമത്തിൽ നിങ്ങൾ എഴുതും. അപ്പൊ ഇതൊന്ന് മനസ്സിലൊന്ന് റീഡ് ചെയ്ത് വെച്ചേക്കാം. ആദ്യം ഇംഗ്ലീഷ് ഒന്ന് സബ്ജക്റ്റ് എഴുതുന്നു, പിന്നെ വെർബ് എഴുതുന്നു, പിന്നെ ഓബ്ജക്റ്റ് എഴുതുന്നു, പിന്നെ മാനർ എഴുതുന്നു, പിന്നെ പ്ലേസ് എഴുതുന്നു, പിന്നെ എന്ത് എഴുതുന്നു? ടൈം എഴുതുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ചെയ്ത പ്രവൃത്തി, ചെയ്യുന്നതാണ്. അയാൾ ചെയ്ത പ്രവൃത്തി, ദാറ്റ് ഈസ് വെർബ്. ആ വെർബിനോട് നമ്മൾ ചോദിക്കുന്നു വാട്ട് ഓർ whom. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓബ്ജക്റ്റ്. ഈ ഓബ്ജക്റ്റ് നമ്മൾ ഇനി പഠിക്കാൻ കൂടെ പാസീവ് വോയിസിൽ വേണ്ട സംഗതിയല്ല. ഓർത്തിരിക്കാൻ, ആരെങ്കിലും എന്തെന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ ആണ് ഓബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ ഓബ്ജക്റ്റ് കിട്ടി. പിന്നെ അടുത്തത് മാനർ. മാനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ. അവൻ എന്ന ചോദ്യത്തിന് പറയുന്നത് എങ്ങനെ. വടി കൊണ്ടടിച്ച്, ബീറ്റിംഗ് വിത്ത് സ്റ്റിക്ക്. അല്ല, വടി കൊണ്ടടിച്ച്. ഇനി അടുത്തത് വെയർ, എവിടെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ ആണ് ഇൻ തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് വെച്ച്. അല്ലെങ്കിൽ ഇൻ തിരുവനന്തപുരം അറ്റ് വേറെ ചെറുപടിക്ക് നമുക്ക് ആ സ്ഥലത്ത് പറയാം. ഇനി അടുത്തതാണ് ടൈം. എപ്പോൾ എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് പിന്നെ എഴുതുന്നത്. ഇതിനകത്ത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാം. ചെറിയ വ്യത്യാസം. ഇപ്പൊ ഞാനിപ്പോ ഇംഗ്ലീഷ് എഴുതാൻ പറ്റാത്തവർക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഓക്കെ, മനസ്സിലാക്കി വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ അകത്ത് നമുക്ക് ഈ സബ്ജക്റ്റും വെർബും മാത്രം നോക്കിക്കഴിഞ്ഞാൽ, ഈ സെന്റൻസിന്റെ സബ്ജക്റ്റും വെർബും മാത്രം നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും അത് ഏത് ടെൻസിലാണ് ആ വാചകം വേണ്ടിയിട്ടുള്ളത്. അതിന് അധികമൊന്നും നോക്കേണ്ട കാര്യമില്ല. സബ്ജക്റ്റ് നോക്കണം, വെർബ് നോക്കണം. അത് രണ്ടും മാത്രം നോക്കിയാൽ മതി. സബ്ജക്റ്റ് പ്ലസ് വെർബ്. എക്സാമ്പിൾ പറയാം. ഐ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ആണ്. കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസിലുള്ള വെർബാണ്.
അതുകൊണ്ട് നമുക്ക് പറയാം ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് സിമ്പിൾ പ്രസന്റ് ആണെന്ന് മനസ്സിലാവുന്നത്? സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാം സിമ്പിൾ പ്രസന്റ് ആണ്. ബാക്കി ഓബ്ജക്റ്റോ മാനറോ പ്ലേസോ ടൈമോ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല. അതിനകത്ത് എന്തുവേണമെങ്കിലും എഴുതിക്കോട്ടെ. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അത് സിമ്പിൾ പ്രസന്റ് ആണ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഡ്രിങ്ക് മിൽക്ക് എവരി ഡേ അല്ല, ഐ സബ്ജക്റ്റ് ആണ്, ഡ്രിങ്ക് പ്രസന്റ് ടെൻസ് ആണ്. അടുത്തത് അവർ പുസ്തകം വായിക്കുന്നു. ദേ റീഡ് ബുക്ക്. ദേ സബ്ജക്റ്റ് ആണ്, അത് കഴിഞ്ഞതിന് ശേഷം റീഡ് പ്രസന്റ് ടെൻസ് കൊണ്ട് വെർബാണ്. ദേ റീഡ് ബുക്ക്. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ സിമ്പിൾ പ്രസന്റ് സെന്റൻസുകൾ പറയാമോ? I eat apple every day. Very good. I eat apple every day. I eat apple every day. Okay. അടുത്തത് I drink water. I Drink water. drink ആണ് പറഞ്ഞത്. Drink. Okay. Very good. I drink water. Okay. I sing a song. I sing a song. Oh, very good. I sing a song. I watch TV. I Watch TV. oh, okay. Very good. I watch TV. I subject watch. As of the verb. Okay. I watch TV. അടുത്തത് I play book. Okay. ഇവിടെ അടുത്തത് I walk today. I play football. I read book. I read a book. Okay. ഇനി I write a letter. Read She newspaper. write letter. he write letter. She write letter. ഓക്കെ ഞാൻ അതാണ് പറഞ്ഞു വരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ ഇനി ഞാൻ വേറെ കാര്യമില്ല. അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞു സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നമുക്കത് പറയാൻ പറ്റും. അത് സിമ്പിൾ പ്രസന്റ് ആണ്, അത് നമുക്ക് പറയാൻ പറ്റുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് സബ്ജക്റ്റ് വന്നു പ്രസന്റ് ടെൻസ്. അവർ വരാറുണ്ട് എന്നുള്ളത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അവർ വരാറുണ്ട്. ഞാനിനി ഇത് മാറ്റുകയാണ്. അവൾ വരാറുള്ളതായിരിക്കും. അവർ എന്നതിന് പകരം അവർ എന്നായിരിക്കും. അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. She comes. She comes പറഞ്ഞു, she come പറഞ്ഞു, പിന്നെ She comes. പിന്നെ അടുത്താണ് തെറ്റിക്കോട്ടെ. നിങ്ങൾക്ക് മനസ്സിലെന്താണ് തോന്നുന്നത് അത് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് പോയി ഇങ്ങനെ ഒരു കാര്യം കൊണ്ടാണ് ഒരാളെ പറഞ്ഞു ഷീ ഈസ് കം. തെറ്റൊരു വിഷയം കണ്ട നിങ്ങൾ അതിനോട് പറഞ്ഞു തെറ്റ് She is coming. ഷീ She ഈസ് is coming. She She is is coming. coming. She is coming. Okay. She came. She came. Okay. അടുത്തത് She is coming. She is coming. Okay. അടുത്തത് She is coming. She is come. Okay. ഈ നമുക്ക് ഇതിന്റെ റൂളിലേക്ക് പറയും. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അവർ വരാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു they come. അവർ വരാറുണ്ട്. അതുപോലെ ഇപ്പോൾ അവൾ വരാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരാളും she come എന്ന് പറഞ്ഞു. പക്ഷേ she come എന്ന് പറഞ്ഞാൽ തെറ്റാണ്. they come അവർ വരാറുണ്ട് എന്ന് പറയുമ്പോൾ ശരിയും, അവൾ വരാറുണ്ടെന്നുള്ളതിന് she come എന്ന് പറയുന്നത് മിസ്റ്റേക്കാണ്. അപ്പോ എന്തുകൊണ്ടാണ് മിസ്റ്റേക്ക് വരാറുണ്ട്? ഒന്നൊരു കാരണമുണ്ട്. നമ്മൾ സിംഗിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് തന്നിരിക്കുന്ന വാചകത്തിന്റെ സബ്ജക്റ്റ് ഒന്നോ സബ്ജക്റ്റ് നോക്കുമ്പോൾ അവിടെ എന്താണ് ഷീ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളാണ് ഒന്നിൽ കൂടുതലാണെന്ന് ചിന്തിക്കുക. അവൾ എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട്? only one person. ഒരാളുള്ളെങ്കിൽ അതിനെ പറയുന്ന പേര് സിംഗുലർ എന്നാണ്, അല്ലെങ്കിൽ ഏകവചനം ഒരാളുകൾ. അങ്ങനെ ഒന്നിരിക്കുക തന്നിരിക്കുന്ന വാചകത്തിന്റെ സിംഗിൾ പ്രസന്റിൽ എഴുതുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഒരാളുള്ളുവെങ്കിൽ
വെർബിന്റെ കൂടെ ഒരു എസ് എന്ന് കൂടി ചേർക്കാം. അപ്പൊ ഷീ കംസ് എന്നല്ല, കംസ് കംസ്. എന്തുകൊണ്ടാണ് എസ് പറയാൻ കാരണം? സബ്ജക്ട് എന്തായതുകൊണ്ടാണ്? സിംഗുലർ ആയതുകൊണ്ടാണ്. ഹലോ, ദേ എന്ന് പറഞ്ഞപ്പോ അവർ എന്നായിരുന്നു. അവർ അപ്പൊ എസ് വേണ്ട. ഒരാളെ ഉള്ളൂ എങ്കിൽ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു എസ് ചേർക്കും. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന നിയമം. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി കാണുന്നത് വിശ്വസിക്കുന്നു. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ നേരത്തെ ഞാൻ വരാറുണ്ട് എന്ന് പറഞ്ഞപ്പോ ഐ കം എന്നാണ് പറഞ്ഞത്. ഐ എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ. അപ്പൊ അവിടെ ഞാൻ എസ് ചേർത്തില്ലല്ലോ. എന്താണ് ചോദിക്കേണ്ടത്? ഐ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ. എന്താ എസ് ചേർക്കാതിരുന്നത്? ഒരാളെ ഒരാളുടെ സിംഗുലർ അല്ലേ? ഐ ഒരാളെ ഉള്ളെങ്കിലും പ്ലൂറലിന്റെ ഫോം ആണ് അവർ ചേർക്കുന്നത്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 വെരി ഗുഡ്. ഇനി വേറൊരു കാര്യം പറയാം. ഇപ്പോ നിങ്ങളിൽ ഒരാള് ഞാൻ എഴുതി നോക്കിയിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് പറയാൻ. അപ്പൊ ഒരാളാണ് ഞാൻ നോക്കി പറയണേ, ഒരാളെ ഉള്ളൂ. അപ്പൊ ഞാൻ നിങ്ങളെന്ന് വിളിച്ചു. ഇനി അവിടെ 2 or 3 പേരുന്നത് വരും. അപ്പോഴും എനിക്ക് പറയാം നിങ്ങൾ പഠിച്ചു എന്ന് പറയുമ്പോൾ 4 പേർ ഉദ്ദേശിക്കാം. ഇനി ഞാൻ സംശയം ചോദിക്കണം. അപ്പൊ യു എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണ്, പ്ലൂറൽ? ഒരാളാണെങ്കിൽ നമ്മൾ യു എന്ന് പറയും, ഒന്നിൽ കൂടുതലാണെങ്കിൽ യു എന്ന് പറയുന്നത്. അപ്പൊ യു എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്, പ്ലൂറൽ ആണ്? പ്ലൂറൽ ആണ്. സിംഗുലർ ആണ്, പ്ലൂറലിന്റെ ഫോം ആണ് അവിടെ ചേർക്കുന്നത്. പ്ലൂറലിന്റെ ഫോം. ഓക്കെ, അപ്പൊ ഇതുകൂടി നമ്മൾ പഠിക്കുന്നത്. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസില് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ, ഏകവചനമാണെങ്കിൽ വെർബിന് കൂടെ എസ് ചെയ്യാം. ഐ എന്നോ യു എന്നോ വന്നാൽ എസ് ചേർക്കേണ്ടതില്ല. ഇതാണ് നമ്മളിപ്പോൾ പഠിച്ച ഒരു കാര്യം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ എസ് ചേർക്കണം. പക്ഷെ ഐ എന്നോ യു എന്നോ വന്നാലും അത് പ്ലൂറലായിട്ട് കണക്കാക്കിയാൽ മതി, അതിന്റെ കൂടെ എസ് ചേർക്കേണ്ടതില്ല. ഇത്രയും കാര്യം ഒന്ന് അത് എല്ലാ കോമൺ ആയിട്ട് പറയുന്നത്. ഐ ലവ് യു പറയാറില്ല, ഐ ലവ് യു അല്ലെ? ഐ ലവ് എന്നുള്ളത് കൂടെ സിംഗുലർ ആണെങ്കിൽ എസ് ചേർക്കാറില്ല. അപ്പോൾ അത് വേറെ ഓർക്കുന്നത് ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും എസ് ചേർക്കേണ്ടതില്ല. ഇത് സിമ്പിൾ പ്രസന്റിൽ മാത്രമാണ് നിയമം. ഇത് നമ്മൾ അങ്ങാട് സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചറൊക്കെ പറയുമ്പോൾ അത് വേറെയാണ്. ഇത് സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റൻസും എഴുതുകയാണെങ്കിൽ മാത്രമാണ് ഈ റൂള് നമ്മളൊന്ന് ഓർക്കുന്നുണ്ട്. പിടികിട്ടിയാലോ? ഇനി ഞാൻ ഒന്ന് മാറ്റി പറയുന്നു, വേറൊരു രീതിയിൽ പറയാം. അവർ വരാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദേ കം എന്ന് പറഞ്ഞു. ഞാൻ അതിന് നെഗറ്റീവ് പറയും, അവർ വരാറില്ല എന്നാണ്. അപ്പൊ എന്ത് വരും? They not come. ഒരാൾ പറഞ്ഞു. പിന്നെ They are not coming. They are not come. They are not come. They don't come. They don't come. They are not came. നീ പറഞ്ഞിട്ടുണ്ട്. പിന്നെ Not came. Sir, They don't come. do not come. they don't come. Oh, very good. They don't come. ഒരാൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ They are not come. they are They are not come. not come. Okay. We പറയുന്നത് they don't come. Yes. അടുത്തത് ജീവിച്ച രാജേഷൻ പറയുന്നത് they don't come. They don't come. അടുത്തത് ലീല, ദീപ്തി they don't come. നീന they don't come. അടുത്തത് they don't come. അഫ്രീൻ പറയുന്നത് they don't come.
yesterday don't come. Okay. അപ്പൊ നമുക്ക് അതിന്റെ നിയമത്തെ കുറിച്ച് നമുക്കൊന്ന് പറയാം, സൂചിപ്പിക്കാം. നോക്കട്ടെ. They don't come. They don't come എന്ന് പറഞ്ഞു. They not come എന്ന് പറഞ്ഞു കുറച്ച് പേര്. പിന്നെ വേറെ കുറച്ച് പേര് they didn't come എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് They won't come എന്ന് പറയോ? They won't come. പിന്നെ ഓക്കെ. ഇനി നമുക്ക് അതിന്റെ റൂൾ ഞാൻ പറയാം. ഓക്കെ നോക്കാം. അതായത് അവർ വരാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേ കം എന്ന് പറഞ്ഞു. അപ്പൊ അവർ വരാറില്ല എന്നാണെങ്കിൽ ആ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഡു നോട്ട് കൂടി ചേർത്താൽ മതി. ദേ ഡു നോട്ട് കം. അത് ഓർത്തേക്ക്. ഡു പ്ലസ് നോട്ട് തന്നെയാണ് ഡോണ്ട്. അപ്പൊ നമുക്കിപ്പോ ഇങ്ങനെ പഠിച്ചു പോവുകയാണ്. ദേ ഡു നോട്ട് കം. അവർ വരാറില്ല എന്ന് പറയുമ്പോൾ ദേ ഡു നോട്ട് കം. ഇനി നിങ്ങൾ വരാറില്ല എന്നാണെങ്കിൽ യു ഡു നോട്ട് കം. നിങ്ങൾ എഴുതാറില്ല എന്നാണെങ്കിൽ യു ഡു നോട്ട് റൈറ്റ്. നിങ്ങൾ എഴുതാറില്ല എന്നാണെങ്കിൽ യു ഡു നോട്ട് റൈറ്റ്. നിങ്ങൾ എഴുതാറില്ല. ഇനി അടുത്തത് നിങ്ങൾ പഠിക്കാറില്ല എന്നാണെങ്കിൽ യു ഡു നോട്ട് റൈറ്റ്. ഞാൻ വേറെ ഒന്നും പറയാം. ഞങ്ങൾ ഉറങ്ങാറില്ല. എന്തുവരും ഇഷ്ടം? ഞങ്ങൾ ഉറങ്ങാറില്ല. എന്തുവരും? We do not sleep. We do not sleep. കറക്റ്റ് ആണ്. ഇനി അപ്പോ ഇത് പറയാതിരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും മനസ്സിൽ. പക്ഷെ എങ്കിലും മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും we do not sleep. ഓക്കെ. അപ്പൊ അവർക്കും കൂടെ ഇത് ശരിയാണ് തോന്നിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാനൊന്ന് മാറ്റി പറയുന്നത്, ഇപ്പൊ അവർ വരാറുണ്ട് എന്നുള്ളതിന് ഹി കംസ് നമ്മൾ പറഞ്ഞു. അവർ വരാറില്ല എന്നുള്ള സോറി അവർ വരാറുണ്ട് എന്നുള്ളതിന് ദേ കം എന്ന് പറഞ്ഞു. അവർ വരാറില്ല എന്നുള്ളതിന് ദേ ഡു നോട്ട് കം എന്ന് പറഞ്ഞു. അതുപോലെ അവൻ വരാറുണ്ട് എന്നുള്ളതിന് ഈ കംസ് എന്ന് പറയുന്നത് കാരണം വെർബിന്റെ കൂടെ ചേർക്കണം സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് പറഞ്ഞു. ഞാൻ അതിന്റെ നെഗറ്റീവ് പറയുന്നു. അവൻ വരാറില്ല എന്നത് അവൻ Does not come. ഒരാൾ പറയുന്നു he does not come. He doesn't come. He did not come. He did not come. പിന്നെ He doesn't come. He does not come. he does not come. അടുത്തത് He does not come. He didn't. he He didn't. didn't. Okay. he didn't come. പിന്നെ yes പറയൂ. He don't come. he not come. പിന്നെ He doesn't come. he doesn't come. He doesn't come. Okay. Does not come. അറിയാവുന്ന ഒന്നുണ്ട്. He doesn't come. they doesn't come. അവനാണ് അവൻ. He do not come. ഒരു പറഞ്ഞേ they not come. അവനാണ്. they not come. he does not come. നീതു പറയുന്നു. സ്മിത പറയുന്നു He didn't come. he didn't come എന്ന് പറയുന്നു. പിന്നെ He do not come. he did not come എന്ന് പറയുന്നു. he did not come എന്ന് പറഞ്ഞ കാരണം he did not come. yes. okay. ഇനി ഞാൻ ഇതിന്റെ കാര്യം പറയാം കേട്ടോ. ശ്രദ്ധിച്ചു. അവൻ വരാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ കംസ് എന്ന് പറഞ്ഞു. അവൻ വരാറില്ല എന്നാവുമ്പോ ഒരാളെ കറക്റ്റാക്കി പറഞ്ഞു he do not come എന്ന് പറഞ്ഞു. അപ്പൊ സബ്ജക്ട് സിംഗുലർ ആയി.
വെർബിലും കൂടെ എസ് ചേർക്കേണ്ടത്. അപ്പൊ നമ്മള് ഇവിടെ എസ് ചേർക്കുമ്പോൾ നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ കം എന്നുള്ളതിനെ കൂടി എസ് ചേർക്കേണ്ടതില്ല. ആ എസ് അവിടെ നിന്ന് മാറ്റിയിട്ട് ടൂവിനെ കൂടി ചേർക്കുന്നത് ഡസ് എന്ന് പറഞ്ഞാണ്. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ ഹി ഡസ് നോട്ട് കം എന്നുള്ളതാണ്. ഹി ഡസ് നോട്ട് കം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അവൾ വരാറില്ല എന്നാണെങ്കിൽ ഷീ ഡസ് നോട്ട് കം. ഇത് അനങ്ങാറില്ല. ഇത് എന്ന് പറയുമ്പോഴും ഒരെണ്ണേ ഉള്ളൂ. അത് നമുക്ക് എന്താ പറയാം, ഇറ്റ് ഡസ് നോട്ട് മൂവ്, അനങ്ങുക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരു വ്യക്തമായ ചിത്രം നമുക്ക് മനസ്സിലാക്കാം. ഈയും ഷീയും ഇറ്റും സിംഗുലർ ആയിട്ടുള്ള ഏതെങ്കിലും എന്നുവെച്ചാൽ ഒരെണ്ണം ഉള്ളത്. വേഡ് വരാം, വേഴ്സ് ആണെങ്കിൽ വരില്ല. ഗേഡ് വരാം, ഗേൾസ് വരില്ല. അത് വരില്ല. ബോയ് വരാം, ബോയ്സ് വരില്ല. ഇതിനെ കൊണ്ടിട്ട് പറയാം, സബ്ജക്റ്റ് ഹി വന്നു കഴിഞ്ഞാല്, ഷീ വന്നു കഴിഞ്ഞാല്, ഇറ്റ് വന്നു കഴിഞ്ഞാല്, സിംഗുലർ ആയിട്ടുള്ള ഒരു ഐറ്റം വന്നു കഴിഞ്ഞാല് ഡസ് നോട്ടിന് വരും. സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, സിംഗുലർ അതൊക്കെ കഴിഞ്ഞാൽ ഡസ് നോട്ടിന്റെ വരും നെഗറ്റീവ് സെന്റൻസുകൾ. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ, അതായത് ഐ, വി, യു, ദേ, അതിന്റെ കൂടെ മാത്രമേ ഡു നോട്ട് വരൂ. ഇതും കൂടി നോക്കാം. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യും. നമ്മളെ പറഞ്ഞു, ഒരു സെന്റൻസ് നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം, ആ ക്രമത്തിൽ എഴുതി പോകാന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് ആണ് ഒരു സെന്റൻസ് എഴുതിയിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് അതിന്റെ സബ്ജക്റ്റ് നോക്കുക, വെർബ് ഏത് ടെൻസിലാണെന്ന് നോക്കുക. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ആണെങ്കിൽ നമുക്ക് പറയാനുള്ളത് സിമ്പിൾ പ്രസന്റ് ആണ് എന്ന് പറയാൻ പറഞ്ഞു. ആ സിമ്പിൾ പ്രസന്റ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എഴുതുമ്പോൾ കാര്യം ശ്രദ്ധിക്കണം. സബ്ജക്റ്റ് എങ്ങാനും സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എസ് ചേർക്കേണ്ടതില്ല. ഐ ആൻഡ് യു നമുക്ക് സബ്ജക്റ്റുകളായി സിംഗുലർ ആയിട്ട് തോന്നുമെങ്കിലും അതിന്റെ കൂടെയും എസ് ചേർക്കേണ്ടതില്ല. അത്രയും പറഞ്ഞു. ഇനി ആ സെന്റൻസിലെ നെഗറ്റീവായിട്ട് നമ്മൾ എഴുതുമ്പോൾ നേരത്തെ എസ് ചേർക്കണം എന്ന് പറഞ്ഞ ആ സബ്ജക്റ്റ് സിംഗുലർ ആയിട്ട് അതിന്റെ കൂടെ ഡസ് നോട്ട് എന്നും എസ് ചേർക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിന്റെ കൂടെ ഡു നോട്ട് എന്നേ വരികയുള്ളൂ. ഇത്രയും ക്ലിയറായ? ഇനി അതിന്റെ അത് ക്ലിയർ ആവാണെങ്കിൽ പറയാം. അതുപോലെ പറഞ്ഞു ആ എല്ലാ റോയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ക്ലിയർ ആയി മനസ്സിലായി എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ് യെസ് യെസ്, ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ആ നീതി, ഓക്കെ ആശീർവാദം. ഓക്കെ, ഇനി ഞാൻ നമുക്ക് ഈ അടുത്ത ഘട്ടത്തിലോട്ട് പോകാം. അപ്പൊ അത് നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ ഒരു ഹെഡിങ് എഴുതി വെക്കും. സിമ്പിൾ പ്രസന്റ് ഒരു ഹെഡിങ് എഴുതി. സിമ്പിൾ പ്രസന്റ്, SIMPL, സിമ്പിൾ പ്രസന്റ്, PRESENT, സിമ്പിൾ പ്രസന്റ്. SIMPLE, സിമ്പിൾ പ്രസന്റ്, PRESENT, പ്രസന്റ്. ഇതില്ലേ അതിന്റെ അടിയിലൊക്കെ വരെ വെച്ച്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആയ ഒരു വാചകത്തെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അതിന്റെ അടിയിൽ എഴുതുക എസ് പ്ലസ് വി, വി എന്ന് വെച്ചാൽ വെർബ്, എസ് പ്ലസ് വി and we in the right bracket present, PRESENT, present tense, TENS, present tense bracket. About subject plus verb in the present tense ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് സിമ്പിൾ പ്രസന്റ്. അത് മറന്നു പോവാതിരിക്കുക. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സിമ്പിൾ പ്രസന്റ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് നമുക്ക് ഇപ്പോ ഇത് 12 എണ്ണത്തിലൂടെയും നമുക്ക് കടന്നു പോവാം. കാരണം ഇനി നമുക്ക് ഈ പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് ആദ്യം പറയാൻ പറ്റുന്നത് ആദ്യം ടൈംസ് കൊടുക്കുക. ഇന്ന ടൈംസ് ആണെങ്കിൽ അതിന് ഇന്ന പോലെ മാറ്റുക.
ഇന്ന ടെൻസ് ആണെങ്കിൽ ഇന്ന പോലെ മാറ്റുക. ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരിക്കലും മറന്നുപോകില്ല. എപ്പോഴും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പൊ നമ്മളോട് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയുന്നു. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും. ഓക്കെ, ഈ ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കാൻ നോട്ട് അവിടെ ഇരിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു അവർ വരാറുണ്ട് എന്നുള്ളതിന് ദേ കം എന്ന് പറഞ്ഞു. അവർ വരാറില്ല എന്നാണെങ്കിൽ ദേ നോട്ട് കം എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അതിനൊരു ചോദ്യമാക്കി മാറ്റി. അവർ വരാറുണ്ടോ? ക്വസ്റ്റ്യന് അവർ വരാറുണ്ടോ ചോദ്യമാക്കി മാറ്റി. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് സെന്റൻസ് ആണ്, പിന്നെ നെഗറ്റീവ് പറഞ്ഞു. ഇപ്പൊ അതിനെ നമ്മളൊരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റി, വരാറുണ്ടോ. ഞാനിത് പറയാൻ കാരണം നിങ്ങൾക്കിപ്പോ ആരോടെങ്കിലും ഇംഗ്ലീഷിലോട്ട് ചോദിക്കുകയും അവര് വരാറുണ്ട്. അത് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുകയും നമുക്ക് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ ആണ്. എവിടെയെങ്കിലും ഒരാളുടെ ജിൻസി എഴുതിയിട്ടുണ്ട്, ഓക്കെ ജിൻസി എഴുതി വായിച്ചു, ഓക്കെ ഓക്കെ Do they come? എന്നാണ് പറഞ്ഞു. ഇല്ല, ഓക്കെ ഓക്കെ അഖില പറഞ്ഞ കം ക്വസ്റ്റ്യൻ മാർക്ക്. അടുത്തത് Does he come? ബസ് ഈ കം അവരല്ല അവർ. അടുത്ത ആൾ പറഞ്ഞു ഡു ദേ കം എന്ന് പറഞ്ഞു. Are they coming? ആർ ദേ കമ്മിങ്. അഖില ഡു ദേ കം എന്ന് പറയുന്നു. Are they coming? ആർ ദേ കമ്മിങ്. അവിടെ തീർക്കട്ടെ, ഞാൻ ലാസ്റ്റ് എനിക്ക് പറയാം. ഞാൻ ഇന്നതാണ് ചെയ്തതെന്ന് പറയില്ല. അനുഗ്രഹ പറയുന്നു ഡിഡ് ദേ കം എന്ന് പറയുന്നു. യെസ്, നിത്യ പറയുന്നു ഡു ദേ കം. അത് ക്വസ്റ്റ്യൻ മാർക്ക് ചോദ്യം വേണ്ടേ, ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ടേ. Do they come? ഡു ദേ കം. നിത്യ പറയുന്നു ഡു ദേ കം. Do they come? ഡു ദേ കം. ഓക്കെ 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 ശരിയാണ്. കുറച്ച് പേര് ശരിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ വീണ്ടും അതിന്റെ കാര്യത്തിലേക്ക് വരും. ഓക്കെ, അവർ വരാറുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ദേക്കം. അവർ വരാറില്ല എന്ന് പറഞ്ഞപ്പോ ദേ ഡു നോട്ട് പറഞ്ഞു. അതിന്റെ അകത്ത് ആ നോട്ട് അങ്ങോട്ട് കളയുക. നോട്ട് കളഞ്ഞിട്ട് ഡു എടുത്തിട്ട് ആദ്യം പറയുക. അപ്പൊ എന്ത് പറയുന്നത്? ഡു ദേക്കം. അതാണ് കറക്റ്റ്. ഡു ദേക്കം എന്ന് എഴുതിയതാണ് കറക്റ്റ്. ഡു ദേക്കം. അപ്പൊ വരാറില്ല. ദീപ പറഞ്ഞത് കറക്റ്റ്. വരാറില്ല എന്നുള്ളതിന് എങ്ങനെയാണോ നമ്മൾ എഴുതുന്നത് അതുപോലെ എഴുതുക. അത് കഴിഞ്ഞ ശേഷം വേണ്ടത് നോട്ട് അങ്ങോട്ട് കളയുക. നോട്ട് കളഞ്ഞിട്ട് ആ ഹെൽപ്പിംഗ് വേർപ്പെടുത്തിട്ട് ആദ്യം പറയുക. അപ്പൊ ഡു ആദ്യമായപ്പോ ഡു ദേ കം, അവർ വരാറുണ്ടോ. അപ്പൊ നിങ്ങൾക്ക് വേറെ വീട്ടിൽ ചെന്നിട്ട് അവരിപ്പോൾ അവർ വരാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു ദേ കം എന്ന് പറഞ്ഞിട്ട്. ഈ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ടോ? ഇംഗ്ലീഷിലേക്ക് പറയും. നിങ്ങൾ 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ടോ എന്നുള്ളത് ഇംഗ്ലീഷിൽ പറഞ്ഞു. എഴുന്നേൽക്കാറുണ്ടെങ്കിൽ കെറ്റപ്പെന്നോ വേക്കപ്പെന്നോ ഉപയോഗിക്കും. പറഞ്ഞു at 6 o'clock. 6 a.m. Agila, Do you wake up at 6 o'clock? Do you get up at 6 o'clock? Okay. Do you wake up at 6? Okay. Do you wake up at 6 o'clock? Do you get Do up you at 6 arrive o'clock? at 6 o'clock? Okay. ശരിയാ. അപ്പൊ നമുക്ക് അങ്ങനെ ചോദിക്കാം. Do you get up? അപ്പൊ നോട്ട് കളഞ്ഞിട്ട് ഡു ആദ്യം പറഞ്ഞപ്പോ അത് എന്തായിട്ട് മാറി? അതൊരു ചോദ്യമായിട്ട് മാറി, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഇനി അടുത്തൊരു കാര്യം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അവൻ വരാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ കംസ് എന്ന് പറഞ്ഞു. ഈ കംസ് പറയാൻ കാരണം സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് കണ്ടിട്ടുണ്ട് എസ്. അവൻ വരാറില്ല എന്ന് പറഞ്ഞപ്പോ ആ എസ് ഡുവിന്റെ കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ ഡസ് നോട്ട് കം എന്ന് പറഞ്ഞു. ഇനി ഞാൻ ചോദിക്കുന്നത് അവൻ വരാറുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെയുണ്ട്? അവൻ വരാറുണ്ടോ? Does he come? Does he come? പിന്നെ Does he come? Does he come? Okay.
എല്ലാവരും ഡസ് ഹി കം വിളിച്ചേക്കണം. നീന അത് നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞോ. ഡസ് ഹി കം ചോദ്യമാകുമ്പോ ക്വസ്റ്റ്യൻ മാർക്ക്. സാർ ഒന്നും കൂടെ പറയാം, എന്താ പറഞ്ഞേ? അതായത് അവൻ വരാറുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഹി കംസ് എന്ന് പറഞ്ഞു. അവൻ വരാറില്ല എന്ന് പറഞ്ഞപ്പോ ഹി ഡസ് നോട്ട് കം എന്ന് പറഞ്ഞു. അവൻ വരാറുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ള എങ്ങനെ എഴുതുന്നതാണ് ചോദ്യം. അവൻ വരാറുണ്ടോ എന്നുള്ളത് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത് എങ്കിൽ എങ്ങനെ എഴുതും? Does he come? Does he come? ഓക്കെ. അപ്പൊ ഇനി ഞാൻ എന്റെ എല്ലാവരും ഡസ് ഹി കം എഴുതും. നോക്കുന്നു. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടാ മതി. നേരത്തെ നമ്മൾ അവൻ വരാറില്ല എന്ന് എഴുതിയിട്ട് നോട്ട് കളഞ്ഞിട്ട് ഡു ആദ്യം പറഞ്ഞതുപോലെ ഇവിടെയും അതുപോലെ തന്നെ അവൻ വരാറില്ല എന്നാണെങ്കിൽ ഈ ഡസ് നോട്ട് കം എന്ന് പറയും. അതിനകത്ത് ആ നോട്ട് കളഞ്ഞിട്ട് ആ ഡസ് എടുത്തിട്ട് ആദ്യം പറയും. എന്തായി? ഡസ് ഹി കം. അവൻ വരാറുണ്ടോ എന്നാണെങ്കിൽ ഡസ് ഹി കം. ഇനി ഞാൻ ചോദിക്കട്ടെ, അവൾ പാട്ട് പാടാറുണ്ടോ എന്ന് ചോദിക്കേണ്ടത് പറയും. അവൾ പാട്ട് പാടാറുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ Does he sing? ഓക്കെ, വെരി ഗുഡ്. Does he sing? അപ്പൊ അവൾ പാടാറുണ്ടോ ആയിട്ടുള്ളൂ. അതിന്റെ ഒരു പാട്ട് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചേർന്ന് Does he sing a song? ഏ കളയാം, ഏ വേണ്ട, ഒരു പാട്ട് പാടുന്ന പാട്ട്. അപ്പൊ നമുക്ക് പറയാം സോങ്. അവൾ എന്ത് പാടാറുണ്ടോ? പാട്ട് പാടാറുണ്ടോ. ഇനി അവൻ കത്തെഴുതാറുണ്ടോ എന്നാണെങ്കിൽ എന്തായിരിക്കും? അവൻ കത്തെഴുതാറുണ്ടോ എന്ന് പറയുന്നത് വരും. Does he write a letter? letter? Does he write Letter. Write letter. Okay, does he write letter? Letter. Very good. കത്ത് എഴുതാറുണ്ടോ അല്ലേ? അപ്പൊ ഓക്കെ. Does he write letters? ഓക്കെ. അപ്പൊ does he write letter? ഓക്കെ. അഞ്ജന എല്ലാവരും ഓക്കെ, വെരി ഗുഡ്. ഇനി ഞാനത് ചോദിക്കട്ടെ, ആൺകുട്ടി ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ആൺകുട്ടി എന്ന് പറയുമ്പോൾ ആൺകുട്ടി ക്രിക്കറ്റ് കളിക്കാറുണ്ട്. Does he play cricket? അപ്പൊ കളിക്കാവുന്ന വേണ്ടി വന്നില്ലല്ലോ പക്ഷേ. Does he play cricket? Does he play cricket? Okay. ഒരാളെ does he play cricket? Does the boy play cricket? Does he play cricket? Does that boy Does the boy play cricket? Does the boy play cricket? Okay. ശരിയാണ്. ഞാനത് പറയാം. അപ്പൊ ഇവിടെ does the boy play cricket? ഞാനൊന്ന് നിങ്ങളുടെ ഓർമ്മശക്തി പരീക്ഷിക്കാൻ വേണ്ടിയിട്ടത് ചോദിക്കുന്നത്. ആൺകുട്ടി എന്നുള്ളത് ഞാൻ വായിച്ചു, പകരം ആൺകുട്ടികൾ ബോയ്സ് നായി. അപ്പൊ Do the boys play cricket? Do the boys play cricket എന്ന് പറഞ്ഞിട്ടാണ്. അടുത്താണ് ശകല പറയുന്നത് do the boys play the cricket. ജിംസൺ അത് പറയുന്നത് ജിംസൺ does the boys play the cricket? പറയുന്നത് do boys play cricket. അഖില do boys play cricket. Do the boys play cricket? Do the boys play cricket? Okay. Do boys play cricket? Do boys play cricket? Okay. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞത് മറന്നു പോയിട്ട് അറിയാൻ വേണ്ടിട്ട് നിർത്തി ചോദിച്ചതാണ്. ബോയ് എന്ന് പറയുമ്പോൾ ഒരാളുണ്ട്, സിംഗിളറാണ്, അവിടെ ടെസ്റ്റ്. ബോയ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്, അവിടെ ഒന്നിലധികം ആളുകളുണ്ട്. അപ്പൊ അവിടെ എന്താ വരുള്ളൂ? ഡൂവിന്റെ ഒരിക്കലും. ഓക്കെ, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ മനസ്സിലാക്കിയത് ചിന്തിച്ചത് സിമ്പിൾ പ്രസന്റിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. സിമ്പിൾ പ്രസന്റ്
ആദ്യം നമ്മൾ സിംഗിൾ പെർസെന്റ് സിംഗിൾ പഠിച്ചിട്ടുണ്ട്. ഇതിലൂടെ എണ്ണ മാത്രമേ കടന്നത് സിംഗിൾ പെർസെന്റ്. അപ്പോൾ വാചകം എഴുതിയിരിക്കുന്നത് സിംഗിൾ പെർസെന്റ് ആണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സബ്ജക്റ്റും വെർബിന്റെ പെർസെന്റേജ്. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ വേറൊരു കാര്യത്തെ കൂടി ശ്രദ്ധിക്കുകയാണ്. ഐ ഡ്രിങ്ക് മിൽക്ക്. ഐ ഡ്രിങ്ക് മിൽക്ക് ഏത് ടെൻഷനാണ് ഇതിലേക്ക്? നിങ്ങൾ എഴുതി ഐ ഡ്രിങ്ക് DRINK ഡ്രിങ്ക് മിൽക്ക്. ഐ ഡ്രിങ്ക് മിൽക്ക് ഏത് ടെൻസ് ആണെന്ന് പറയാമോ? സിമ്പിൾ പ്രസന്റ്. Simple present. സിമ്പിൾ പ്രസന്റ്. ഓക്കെ ശരിയാണ്, സിമ്പിൾ പ്രസന്റ് ആണ്. ഇതിന്റെ അകത്ത് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നത്. ഐ എന്ന് പറഞ്ഞാൽ എന്താണത്? ഞാൻ. സബ്ജക്ട്. ഞാൻ സബ്ജക്ട്. ഞാൻ സബ്ജക്ട്. ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെർബ്. ഇനി മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? ഒബ്ജക്റ്റ്. ഓക്കെ. വൈ സബ്ജക്റ്റ് ആണ്. ഡ്രിങ്ക് പ്രസന്റ് ടെൻസ് ഓഫ് വെർബാണ്. മിൽക്ക് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ്. അപ്പൊ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ്. ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ് മനസ്സിലായി. അതിന്റെ പാസീവ് വോയിസ് എഴുതാൻ നമ്മളോട് പറഞ്ഞാൽ അപ്പൊ നിങ്ങളൊരു ഹെഡിങ് എഴുതുക. സിമ്പിൾ പ്രസന്റ് അതിന്റെ ഒരു ഹൈപ്പൺ ഇടുക. അതിന്റെ പാസീവ് വോയിസ് നമുക്ക് എങ്ങനെ എഴുതുന്നത്? സിമ്പിൾ പ്രസന്റിന്റെ വാചകത്തിന്റെ പാസീവ് വോയിസ് നമ്മൾ എങ്ങനെ എഴുതും എന്നുള്ളതാണ് പറയുന്നത്. സിമ്പിൾ പ്രസന്റ് അതിന്റെ ഒരു ആരോ മാർക്ക് പറയും. അതിന്റെ പാസീവ് വോയിസ് ആണ് എഴുതാൻ. സിമ്പിൾ പ്രസന്റ് എന്താണ് നമ്മൾ നേരത്തെ എഴുതി. ആ സിമ്പിൾ പ്രസന്റ് ആയ ഒരു വാചകം തന്നിട്ട് അത് പാസീവ് വോയിസോട് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മാറ്റുന്നുണ്ടാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഇത് ഏതാ യൂണിറ്റ് എന്ന് പറയോ? ഇത് ഏത് ചാപ്റ്റർ എടുക്കുന്നത്? യൂണിറ്റ് 4. ഇതിന്റെ PDF കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. യൂണിറ്റ് 1 ഉം 2 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. PDF നോട്ട് കിട്ടിയിട്ടില്ലേ? ഇല്ല, ക്ലാസ് റൂമിൽ വന്നിട്ടില്ല. 1 ഉം 2 മാത്രമേ 1 ഉം 2 മാത്രമേ ഉള്ളൂ. യൂണിറ്റ് 1 ഉം 2 മാത്രമേ ക്ലാസ് റൂമിൽ ഇട്ടെടുത്താ. അത് 1 ഉം 2 മാത്രമേ തന്നുള്ളൂ ഇംഗ്ലീഷിൻ്റെത്. അതെ. ഓക്കെ 1 2 തന്നിട്ടുള്ളൂ അല്ലേ? അപ്പൊ 3 4 ഞാൻ ടെക്നിക്കൽ അവരോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചിട്ട് പറയാം. ഈ 4 ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കാം. തന്നിരിക്കുന്ന വാചകത്തില് ഓബ്ജക്റ്റ് ഏതാണ്? മിൽക്ക്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തിന്റെ നമ്മൾ പാസീവ് വോയിസോട് മാറ്റുമ്പോൾ ആ തന്നിരിക്കുന്ന വാചകത്തിന് ഓബ്ജക്റ്റ് ആണ് എഴുതുന്നത്. അപ്പൊ നിങ്ങൾ ഓബ്ജക്റ്റ് OBJECT ഓബ്ജക്റ്റ് ഒബ്ജക്റ്റ് എഴുതാം. അത് കഴിഞ്ഞ ശേഷം പ്ലസ് ആ പ്ലസ് കഴിഞ്ഞിട്ട് ഈസ് ഒരു സ്ലാഷ് വരട്ടെ, ഒരു വര വരട്ടെ. സ്ലാഷ് ആം ഈസ് ആം ഇത് ഏതെങ്കിലും പറഞ്ഞു. ഈസ് ആം മൂന്ന് എഴുതുക. ഈസ് ഉണ്ട്, ആം ഉണ്ട്, ആറുണ്ട്. ഈസ് ആം സാർ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യുമെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരുന്നു സാറിന്. ഇത് പെട്ടെന്ന് എഴുതിയിട്ട് പറയാലോ. പറയൂ. വൈറ്റ് ബോർഡ് യൂസ് ചെയ്യുമെങ്കിൽ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇത് പറയുമ്പോൾ ഇപ്പൊ 25 അടുത്ത ഇത് വരും. അപ്പൊ നമുക്ക് കുഴപ്പമില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സിമ്പിൾ പ്രസന്റ് പാസീവ് വോയിസ് നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഉറപ്പിക്കുക. എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്? സബ്ജക്റ്റ് പ്ലസ് പാസീവ് വോയിസ് ഉണ്ട് കേട്ടോ. സിമ്പിൾ പ്രസന്റ് എന്താണ്? സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് വെർബിന്റെ പ്രസന്റൻസ് കിട്ടുന്ന സിമ്പിൾ പ്രസന്റ് ആണ്. സബ്ജക്റ്റ് വെർബിന്റെ പ്രസന്റൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ പ്രസന്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത് പറഞ്ഞു.
സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ വെർബിന്റെ കൂടെ എസ് ചേർക്കണം എന്ന് പറഞ്ഞു. ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും എസ് ചേർക്കേണ്ടതില്ല എന്ന് നമ്മൾ പറഞ്ഞു. ആ പോയിന്റിൽ മാത്രമേ ഞാൻ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ പറഞ്ഞു, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നെഗറ്റീവ് സെന്റൻസ് എഴുതുമ്പോൾ ഡസ് നോട്ടും, അല്ലാത്തതാണെങ്കിൽ യു നോട്ടും എന്ന് ചേർക്കണമെന്ന് പറഞ്ഞു. ഇനി അത് തന്നെ ചോദ്യമായിട്ടാണ് നമ്മൾ ചോദിക്കണമെങ്കിൽ ഡുവോ ഡസോ ആദ്യം ചേർക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് ഇനി പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസ് നമുക്ക് അടുത്ത ദിവസം പറയാം, അത് കുഴപ്പമില്ല. അത് നമുക്ക് ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ആദ്യം തിരിച്ചിങ്ങനെ പറയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചിങ്ങോട്ട് പറയും. ഇന്ന് നമ്മൾ പഠിച്ചത് ഇന്നതൊക്കെയാണ്. ഇത് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സെന്റൻസ് എഴുതുമ്പോ ആദ്യം സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, പിന്നെ മാനർ, പ്ലേസ്, ടൈം അത് നോക്കിയിട്ട് എഴുതണം എന്ന് പറഞ്ഞു. വെരി ഗുഡ് വെരി ഗുഡ്. ബാലൻസ്. പിന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണോ എന്ന് അറിയാനായിട്ട് സബ്ജക്റ്റും അതിന്റെ വെർബും നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണോ എന്ന് അറിയാം. വെർബിന്റെ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റുന്നത് പറഞ്ഞു. സബ്ജക്റ്റ് വെർബിന്റെ എന്ത് ടെൻസ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? പ്രസന്റ് ടെൻസ്. അത് പറഞ്ഞു. പിന്നെ വേറൊരു റൂള് പറഞ്ഞല്ലോ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കണം. വെരി ഗുഡ് വെരി ഗുഡ്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കണം. അതിനകത്ത് രണ്ട് സബ്ജക്റ്റിന് എക്സെപ്ഷൻ പറഞ്ഞല്ലോ, ഐയും യുവും. സബ്ജക്റ്റ് ഐയും യു ആണെങ്കിൽ എസ് ചേർക്കണം. അത് ചേർക്കണ്ട, അത് പറഞ്ഞു. ഓക്കെ ഓക്കെ. ഇനി അത് തന്നെ നെഗറ്റീവ് ആയിട്ട് എഴുതുമ്പോ എന്തൊക്കെ ഉപയോഗം പറഞ്ഞു? ഹി, ഷീ, ഇറ്റ്, പിന്നെ സിംഗുലർ ആയ ഒരു സെന്റൻസ് എഴുതുമ്പോൾ ഡസ് നോട്ട് വരും. സിംഗുലർ ആയ സെന്റൻസ് എന്ന് പറയണ്ട, ഹി ഷീ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ അതിന്റെ കൂടെ ഡസ് നോട്ട് വരും. ഓക്കെ ഓക്കെ. ഐ, വി, യു, ദേ എന്നിവയുടെ കൂടെ ഡു നോട്ട്. ഓക്കെ ഓക്കെ. ഇനി വേറൊരു കാര്യം, അതിന്റെ ക്വസ്റ്റ്യൻ ഫോമിലേക്കുള്ള ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുള്ളൂ. വരാറുണ്ടോ, പോകാറുണ്ടോ, എടുക്കാറുണ്ടോ, ചാടാറുണ്ടോ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരികയാണെങ്കിൽ അതിലെ ഡു ഡസ് ഒക്കെ ആദ്യം ഡൂ ആദ്യം. ഡു അല്ലെങ്കിൽ ഡസ്. ഇനി എന്നോട് നിങ്ങള് ഡു അല്ലെങ്കിൽ ഡസ് ഡു അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചു, എന്തെങ്കിലും ചോദ്യം ചോദിക്കും. ഡു വെച്ചിട്ട് രണ്ട് ചോദ്യം, ഒരു ചോദ്യം ഒറ്റ ചോദ്യം ചോദിക്കും. നമ്മൾ പഠിച്ചത് നമ്മൾ പറയണം. ഡു വെച്ചിട്ട് ചോദ്യം ചോദിക്കാനായിട്ട് കിട്ടുന്ന ഒരു അവസരം കളയുന്നു. ആരുടെയും ചോദിക്കുമ്പോ യു തന്നെ പറയാം, ടു വരും. അപ്പൊ ടു വെച്ചിട്ട് ചോദ്യം ചോദിക്കും. Do you like this class? Yes, I like the class. അപ്പൊ നിങ്ങളോടാണ് ചോദ്യം ചോദിക്കണമെങ്കിൽ അതിന്റെ പറഞ്ഞോളാം. സിമ്പിൾ പ്രസന്റ് ചോദ്യം സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ഉത്തരവും സിമ്പിൾ പ്രസന്റ് ആയിരിക്കണം. I like the class. ഇനി ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നത്, do you like the class? Yes, Yes, I like I this like the class. Yes, I like the class. Okay. Do you like tea? Tea, chaya. Do you like tea? Yes. Yes, I like tea. I like Yes. tea. Okay. ഇനി അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുന്നു, do you see TV serial? Do you see TV serial? നമുക്ക് ഉത്തരം കണ്ടാൽ വേണ്ടത്. No, don't. I don't like. I don't like. I don't like. No, I don't like serial. Yes. ഇനി ഇതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് സമയം തന്നതാണ് ആലോചിക്കാനായിട്ട്. ഇനി ഡു വെച്ചിട്ട് എന്നോട് ചോദിക്കുന്നത്, ചോദിക്കുക. നമ്മളെ പറഞ്ഞു പിടിക്കണം. നമുക്ക് പറയാനായിട്ട് ചളിപ്പുണ്ടാവാതെ ആ ചളിപ്പുകൾ മാറ്റണം. അത് ഇത്രയും തെറ്റുണ്ടാവുന്നതൊക്കെ ഉണ്ടാവും. തെറ്റ് തിരുത്താനാവുള്ളത്. തെറ്റ് ഉള്ള വിഷയമില്ല. ഞാൻ ചോദിക്കും, ഡു വെച്ചിട്ട് തുടങ്ങുന്നത് മാത്രമേ നമുക്ക്. ഇനി അടുത്ത വരും. ഇപ്പൊ ഡു വെച്ചിട്ടുണ്ട്. Do you finish your breakfast? Yes, I finished my breakfast. Okay. അടുത്തത്, Do you like to tell your name, sir? do you like to Tell your name.
So I like to tell my name. My name is Job. Job. ഇല്ലേ ഇതിനകത്ത് ചമ്മലോ ചളിപ്പോ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പറയാ പറഞ്ഞാൽ നോക്കാം. അപ്പൊ നമുക്ക് ആ ചളിതൊക്കെ പറയാനുള്ള കോൺഫിഡൻസ് വരും. നമുക്കൊരു ഇന്റർവ്യൂയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ ഏത് ഭാഷയിലാണോ നമ്മളോട് ചോദിക്കുന്നത് ആ ഭാഷയിൽ നമ്മൾ മറുപടി പറയാം. Do you like drive the car? Yes. Do you play football? Do you play football? No. I am not interested in sports. I am not interested in sports. I like to see it. ഞാൻ പറയുന്നത് മനസ്സിലാവുന്ന വേണ്ടിയിട്ട് അത് പറയാം. I like see it, but I do not play sports items. But the sports item which I like most is volleyball. Volleyball. About time I so we will meet in the next day. Okay. Okay. Bye. Thank you, sir. Okay. Thank you, sir. 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 Okay. Thank you, sir. Thank you, sir. Okay.